നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇതൊരു കംപ്ലീറ്റ് ഗെയിമായിരുന്നു. പരാഗ്വയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചിട്ട് ബ്രസീൽ കോച്ച് ആഞ്ചലോട്ടി പറയുകയാണ്, ഇതൊരു കംപ്ലീറ്റ് ഗെയിമായിരുന്നു, ഞങ്ങൾ നല്ല കളി കളിച്ചു, ഞാൻ ഹാപ്പിയാണ്. ബ്രസീൽ ആരാധകരെന്ത് പറയുന്നു? വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. ബ്രസീൽ മാധ്യമങ്ങളൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടിയതുകൊണ്ട് അധിക വിമർശനങ്ങളിലേക്ക് അവർ കടക്കുന്നില്ല. എന്നാൽ ആഞ്ചലോട്ടി നിരീക്ഷിക്കുന്നത് ഇത് മികച്ച കളിയാണ്, കംപ്ലീറ്റ് ഗെയിമാണ് ബ്രസീൽ ടീം കളിച്ചത് എന്നാണ്. കളിക്ക് ശേഷം ആഞ്ചലോട്ടി പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇതൊരു നല്ല മത്സരമായിരുന്നു, ഇറ്റ് വാസ് എ ഗുഡ് ഗെയിം, ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗുഡ് ഗെയിം. വളരെ മികച്ച ഫസ്റ്റ് ഹാഫാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്, നല്ല രൂപത്തിൽ കളിച്ചു, ബോൾ ഞങ്ങൾ കൈവശം വെച്ചു, ഞങ്ങൾ കൺട്രോൾ ചെയ്തു, അധികമൊന്നും ഗോൾ അടിച്ചില്ല, അധികം ഫിനിഷ് ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് വളരെ മികച്ചതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തു. പക്ഷേ ഓവറോൾ ഞാൻ വിചാരിക്കുന്നത് ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ഗെയിം. അതൊരു പരിപൂർണമായിട്ടുള്ള മത്സരമായിരുന്നു ഞങ്ങൾ പുറത്തെടുത്തത്, കളിയാണ് ഞങ്ങൾ പുറത്തെടുത്തത്. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഹാർഡ് വർക്ക് ചെയ്തു. ഇനിയിപ്പം ഒരു വർഷം കൂടി ബാക്കിയുണ്ടല്ലോ, അപ്പോഴും ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. എന്തായാലും നല്ല പെർഫോമൻസോടുകൂടി ഈ 2 മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്, ഫാൻസും ഹാപ്പിയാണ്. ഫാൻസിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. നല്ലൊരു റിസപ്ഷനാണ് ഞങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ഇവിടം വിട്ടുപോകുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ്. ഇനി ഭാവിയിലേക്കുള്ള പ്രിപ്പറേഷൻ്റെ സമയമാണ് എന്നുകൂടി കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. എന്തായാലും ആഞ്ചലോട്ടി ഹാപ്പിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ടീമിനെ ഇറക്കുമ്പോൾ, ഈ രൂപത്തിൽ കളിച്ച് വിജയിക്കുമ്പോൾ അതൊരു കംപ്ലീറ്റ് ഗെയിമായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹം പറഞ്ഞിട്ട് പറയുകയാണ്. ഗോൾ അധികം കൺസിഡർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ 2 കളികളിലും ബ്രസീൽ ഗോൾ കൺസിഡർ ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആദ്യം തമാശയായിട്ടാണ് എടുത്തത്. ഗോള് വഴങ്ങാത്തതിനെക്കുറിച്ച്, ഞാൻ ഇറ്റലിക്കാരനല്ലേ എന്നാണ്. ഐ ആം ഇറ്റാലിയൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. അതായത് ഇറ്റലി ഡിഫൻസിൻ്റെ പേര് കേട്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഐ ആം ഇറ്റാലിയൻ എന്ന്. അദ്ദേഹം പറയുന്നു, ടീം ഗോൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബാക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല മിഡ്ഫീൽഡേഴ്സ് എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് എടുത്തിട്ടുണ്ട് കാസമിറോയെ പോലെ. ആ കാര്യത്തിലും ഞാൻ ഹാപ്പിയാണ്. ടീം വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തതിലും ഞാൻ ഹാപ്പിയാണ് എന്നുകൂടി കാർലിറ്റോ കൂട്ടിച്ചേർക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.